ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലായോ? ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്താൽ മതി, 44 കിലോമീറ്റർ. ഇത് എല്ലാവരും വരുന്നൊരു സ്ഥലമാണ് നെട്ട. ഭയങ്കര ഭംഗിയാണ്. അതായത് ചിറ്റാർ ഡാമിൻ്റെ പ്രാന്തപ്രദേശമാണ്, അതായത് കാശ്മീർ ഏരിയയുടെ ചുറ്റുമുള്ള സ്ഥലമാണ്. ദിസ് ഇസ് എന്താ പറയുക, തമിഴ്നാട് കേരള ബോർഡറാണ്. ഇവിടെ കഴിഞ്ഞാൽ മാർത്താണ്ഡം അങ്ങനെ പോകും. തമിഴ്നാട്ടിലേക്ക് പോകാൻ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ഒരു ഈ വ്യൂ കിട്ടിപ്പോകാൻ പറ്റുന്നൊരു റൂട്ടും കൂടെയാണ്. തൃപ്പരപ്പൊക്കെ ഈ വഴിയിലാണ് പോണത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നത് പ്രധാനമായിട്ട് ഈ ഭാഗത്താണ് ഇന്നലെ സ്റ്റേ ചെയ്ത് തുടങ്ങിയത്. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ റിസോർട്ട്. വെള്ളത്തിൻ്റെ സൈഡിലായിട്ട് കാച്ച്മെൻറ്റ് ഏരിയയുടെ അടുത്താണ് നമ്മുടെ ചിറ്റാർ ഡാമിൻ്റെ അയന റിസോർട്ട്. ദാറ്റ് ഈസ് ഇതൊരു റിലേറ്റീവ്ലി ന്യൂ ആണ്. ഇവിടെ അങ്ങനെ ഒരുപാട് റിസോർട്ടൊന്നുമില്ല. ഇവിടെ ഒരു പണ്ട് തൊട്ടുള്ളൊരു റിസോർട്ടുണ്ട്. പിന്നെ ഇതൊരു പുതിയത്, ഇത് വളരെ ഏറ്റവും ഫ്രഷ് എന്ന് പറയാം, ഏറ്റവും പുതിയ റിസോർട്ടാണ്. പക്ഷെ ഭയങ്കര ഭംഗിയാണ്. ഞങ്ങൾ 2 ദിവസത്തേക്ക് സ്റ്റേക്ക് വന്നതാണ്. എല്ലാവരും ഉണ്ട്, ഫുൾ ഫാമിലി, ആനുകുട്ടി, കുഞ്ഞ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ മെയിൻ ചാനലിൽ ഓൾറെഡി സ്റ്റേക്കേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. സ്റ്റേക്കേഷൻ വന്നാണ്. അപ്പോൾ ഇവിടെ താമസിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പുറത്ത് പോകുന്നത്. നെട്ടയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും തേടി പോണത് നല്ല മീൻ വറുത്തതും മീൻ കറി, നാടൻ ഭക്ഷണവും കഴിക്കാനാണ്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. നമ്മളിവിടെ ഒരുപാട് പോയിട്ടുണ്ട് പല പല കടകളിൽ. ഇന്ന് പോണ വേറൊരു കടയിൽ സായി എന്ന് പറഞ്ഞ ഷോപ്പ്. അപ്പോൾ അവിടേക്ക് പോകാം. ഇവിടെ നിന്ന് ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. എനിക്കോട് 1 കിലോമീറ്ററിനുള്ളിലാണത്. ഓക്കെ. ഇതാണ് നെട്ട ചെക്ക് പോസ്റ്റ്. ഈ ചെക്ക് പോസ്റ്റിനോട് കയറുന്നതിന് തൊട്ട് മുമ്പ് ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്ന റോഡിലാണ് നമ്മുടെ റിസോർട്ട്. അവിടെ നിന്ന് ഇറങ്ങി നെട്ട ചെക്ക് പോസ്റ്റ് പാസ് ചെയ്യുന്നു. മാർത്താണ്ഡം പോലീസ്. ഓക്കെ, ഇനി അങ്ങോട്ട് തമിഴ്നാടാണ് ആക്ച്വലി. ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ ഒരു ബോർഡർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മലയാളി ഇൻഫ്ലുവൻസ്ഡ് ഏരിയ ആണ്. എല്ലാവരും മലയാളം തന്നെയാണ് പറയുന്നത് ഈ ഭാഗത്തൊക്കെ. ഇവിടെ ഇനി അങ്ങോട്ട് നല്ല ഇങ്ങനെ ഡാമിൻ്റെ പല സൈറ്റ്സാണ് നമ്മൾ കണ്ടുപോകുന്നത് ആ കാച്ച്മെൻറ്റ് ഏരിയയുടെ. ബ്യൂട്ടിഫുൾ സൈറ്റിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഫുൾ റബ്ബർ തോട്ടമാണ് 2 സൈഡിലും. നമ്മളത് അതിൻ്റെ ഇടയിലൂടെയാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. ആ റബ്ബർ കഴിഞ്ഞാൽ സൈഡിൽ കൂടെ കാണുന്നത് ഇതന്നെ ഡാമിൻ്റെ വാട്ടർ തന്നെയാണ് കാച്ച്മെൻറ്റ് ഏരിയയിൽ. ഈ വഴികളിലെല്ലാം തന്നെ പല 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 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഇതുപോലെ ചെറിയ കടകൾ. റിസോർട്ടുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്, ബട്ട് റെസ്റ്റോറൻറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ. വളരെ ശാന്ത സുന്ദരമായി കിടക്കുന്നു വെള്ളമൊക്കെ. ആഹാ, ഇതൊക്കെ പ്ലാന്റേഷനാണ്, റബ്ബർ പ്ലാന്റേഷൻസ്. അങ്ങനെ സായി ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി. ഇത് കുറച്ച് താവോട്ടാണ് ഇരിക്കുന്നത്. നമസ്കാരം. കാവുന്നതിന് വന്നതാ. ഓ, സന്തോഷം. ഓ, ഇതിന്റെ ഉടമസ്ഥനാണ്. പേരെന്താ? ശശികുമാർ. അദ്ദേഹത്തിന്റെ ആണ് ഇത് സായി. നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്ഡോർ ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലേ കായലിന്റെ തീരത്ത് തന്നെ. ഇവർക്ക് ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അകത്തിരുന്ന് കഴിക്കാതെ അവർക്കിങ്ങനെ ആറ്റിൻ്റെ തീരത്ത് തന്നെ കൊടുക്കാൻ പറ്റും ഭക്ഷണം. ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സീറ്റിംഗ് എല്ലാം. ഇൻഡോറും ഇരിക്കാം, അത് കുറച്ച് സ്ഥലമേ ഉള്ളൂ. പക്ഷേ ഔട്ട്ഡോറാണ് ഏറ്റവും സ്പേസ് ഉള്ളത്. നമ്മളാണ് നേരത്തെ എന്ന് വിചാരിച്ചാൽ അല്ല, വേറൊരു ഫാമിലി എല്ലാം വന്നിട്ടുണ്ട്. ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ, ഊഞ്ഞാൽ. നല്ല കാറ്റാണ് ഈ സൈഡിലൊക്കെ ഇരിക്കാൻ. ഓ, നല്ല കാറ്റ് ഇവിടെ ആടുമ്പോൾ അല്ലേ, കുറച്ചുകൂടി നല്ലത്. ഓക്കെ, നമുക്കൊന്ന് കിച്ചൺ വരും. ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തൊരു റിസോർട്ടിൽ പുതിയ റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തു, അവിടെ താമസിക്കുന്നു. ഇന്നലെ വന്നതാ. താമസം ഇവിടെ തന്നെയാണോ? അല്ല, ഇവിടെ കിച്ചണിൽ പഴങ്കഞ്ഞി എല്ലാം സെറ്റാണ്. ഉച്ചയ്ക്കുള്ള മീൽസും ഏതാണ്ട് റെഡി ആയി തോന്നുന്നു അല്ലേ? ഓക്കെ. ഇന്ന് ഇവിടെ നിങ്ങൾ ഡാം ഫിഷ് മാത്രമേ കൊടുക്കുള്ളൂ, മറ്റേ മീനും ഉണ്ടോ? ആണോ? ഓക്കെ. ഓ, ഇത്ര മനസ്സിലായി. ഇത് നോക്കൂ, എൻ്റെ അമ്മേ, ഇന്നത്തെ കളക്ഷൻ. ഇന്ന് കൊടുക്കാൻ പോണ മീനുകളാണ്. ഇത് കട്ട്ല, റോവു, സിലോപ്പി. ഇത് സിലോപ്പിയാണോ? ഓക്കെ, വലുതല്ലേ? പിന്നെ കരിമീനായിട്ടുണ്ടോ? കിട്ടുമ്പോ. അപ്പൊ ഇത് ചെറുതോ? ചെറിയ സിലോപ്പിയ. ചെമ്പല്ലിയുണ്ട്. റോഹു ഉണ്ട്. സി എന്താ? ആണോ? സി എന്നാണ് അതിന് പറയുന്നത്. സി ഫിഷ്. ഓക്കെ. റോഹു, കട്ട്ല, സിലോപ്പി, എല്ലാം നല്ല ഫ്രഷ്. ഇത് ഇപ്പം അങ്ങോട്ട് പിടിച്ചോണ്ട് വന്ന പോലെ അത്ര ഫ്രഷ് ആണ്. പിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. ചെറുതും വലുതും ഉണ്ട് സിലോപ്പി. അത് സൈസ് അനുസരിച്ചിട്ടായിരിക്കും റേറ്റ് അല്ലേ? ഓക്കെ. അത് നമ്മൾ വേറെ
വെയിറ്റ് നോക്കിയാണോ ചാർജ് ചെയ്യുന്നത് അതോ വലിപ്പം അനുസരിച്ച്? ഓക്കെ ഓക്കെ. മീൽസിൻ്റെ കൂടെ പഴകഞ്ഞിയുടെ കൂടെ കടൽ മീൻ കിട്ടും. അതായത് ഇത് മത്തിയാണോ? ചാള. ഓക്കെ. ഉണക്കയാണോ? ഓ, ഉണക്ക കരുവാട്. ഓക്കെ. ഡ്രൈ ഫിഷ്. ചാളയുടെ ഇത് പഴകഞ്ഞിക്ക് കൊടുക്കാനായിരിക്കും അല്ലേ? മോരിൻ്റെ മുളക്. അത് വറുത്ത മുളക്, തൈര് മുളക്. പിന്നെന്താ? ചമ്മന്തി, മുളക് ചമ്മന്തി, അച്ചാറ്, ഉള്ളി, പച്ചമുളക്. ഇതെല്ലാം പഴകഞ്ഞി സെറ്റാണ് അല്ലേ? പഴകഞ്ഞിയുടെ കാര്യങ്ങളാണ് ഇത്. ഓക്കെ. പഴകഞ്ഞി എടുക്കുന്ന മോര് നല്ല തിക്ക് മോര്, നല്ല കട്ടി മോരാണ്. പഴകഞ്ഞിക്ക് ഒഴിക്കാനുള്ളതാണ് അല്ലേ? തൈര് ജസ്റ്റ് ഒന്ന് ഉടച്ച് അങ്ങനെ ആക്കിയെടുക്കും. പിന്നെ കപ്പയുണ്ട്, മാങ്ങാച്ചാറ്. ഇതൊക്കെയാണ് പഴകഞ്ഞി കോമ്പിനേഷൻ. പിന്നെ ചോറിൻ്റെ കൂടെ നാടൻ കറികൾ വിത്ത് അവിയൽ, തോരൻ മാറി മാറി കൊടുക്കും അല്ലേ? പുളിശ്ശേരി, സാമ്പാർ. ഓ, അടിപൊളി. ഇത് വീട് പോലെ തന്നെ, ഒരു വീട്ടുകാർ തന്നെ എല്ലാം ചെയ്യുന്നത്, പുറത്തൊന്നും ആരുമില്ല. പഴങ്കഞ്ഞി എല്ലാം റെഡി. ഇത്രയും പഴങ്കഞ്ഞി പോവല്ലേ വണ്ടി? ചമ്പാവരി ചോറിലാണോ പഴങ്കഞ്ഞി ഉണ്ടാക്കുന്നത്? മറ്റേ വൈറ്റ് തന്നെ. ഓക്കെ. വൈറ്റ് റൈസ്, അതാണ് ആൾക്കാർക്ക് വേണ്ടത്. കപ്പയും റെഡി, മാങ്ങാച്ചാറ്. അപ്പോൾ എനിക്കൊരു പഴങ്കഞ്ഞി സെറ്റ് എടുക്കാം ആദ്യം. ചട്ടിയിൽ തന്നെയാണ് അല്ലേ കൊടുക്കുന്നത്? ഓക്കെ. പഴങ്കഞ്ഞി, കപ്പ, അത് കട്ടി മോര്. മോരെന്ന് തൈര് തന്നെയാണല്ലേ ഉടച്ചിടുന്നത്. മാങ്ങാച്ചാറ്, സവാള അരിഞ്ഞത്, പച്ചമുളകും കൂടെ അരിഞ്ഞത്. ഓക്കെ. ഇത് അച്ചാറ്. ഇതെന്താ അച്ചാറ്? നാരങ്ങ. ഓക്കെ. അത് ഉണക്കമീൻ, ഉള്ളിച്ചമ്മന്തി. ഓക്കെ. ഉണക്കമുളക്. ഓക്കെ. വറുത്ത മുളക്. ഇനി വേറെ മീനുണ്ടല്ലേ? ഓ, കടൽ മീൻ. ഓ, എന്ത് മീനാ ഇന്ന് സ്പെഷ്യൽ? ചൂരയാണോ? അത് അതിലോട്ടാണോ ഒഴിക്കുന്നത്? സെപ്പറേറ്റ് അല്ലേ തരുന്നത്? ആ, ഓക്കെ ഓക്കെ ഓക്കെ. അത് നന്നായി. വേണമെന്നുള്ളവർക്ക് ഓക്കെ ഓക്കെ. പീസും ഉണ്ടാവോ അതോ? ഒരു പീസും ഗ്രേവി. ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, കൊടുക്കും. ഓക്കെ. ഇതാണ് സെറ്റ്. പഴങ്കഞ്ഞി സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. ചട്ടിയിൽ ഇപ്പോൾ ഇവിടെ കൊണ്ടുവരും. നമുക്ക് ഈ ഓപ്പൺ എയറിൽ ഇത് കഴിക്കാം. നമ്മുടെ പഴങ്കഞ്ഞി സെറ്റ് എത്തിക്കഴിഞ്ഞു. താങ്ക് യു. ഉപ്പ് ആവശ്യമുള്ളത് നന്നായി. എനിക്ക് ഒരുപാട് ഉപ്പ് വേണമല്ലോ. ഓക്കെ. സൗ നൈസ്. വെള്ളം കുടിക്കാൻ ചൂടുവെള്ളമുണ്ട്. ഇതാണ് കോമ്പിനേഷൻ. ആൻഡ് ഇത് ഇപ്പോൾ മഴക്കോളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഡാർക്കായി കിടക്കും. നല്ല രസമായി. ഇതിപ്പോൾ വെയിലുണ്ടെങ്കിൽ നമ്മളൊട്ടും അറിയില്ല കേട്ടോ. എനിക്ക് നേരെ കാണുന്ന കായൽ, മീൻ നമ്മുടെ ആറ് എന്ന് പറയുന്നത് സിറ്റാറിൻ്റെ ഒറ്റമൊഴി. ആൾക്കാരൊക്കെ പിന്നെ വന്നു തുടങ്ങി, അവിടെയൊക്കെ സെർവ് ചെയ്ത് തുടങ്ങിയല്ലോ. ഇത് കുറച്ച് കൂടുതലാണ് ക്വാണ്ടിറ്റി. കുറച്ച് ഉപ്പൊക്കെ എടുത്തിട്ട് തുടങ്ങാം. ഐ നീഡ് സോൾട്ട്. മിക്സ് ആൻഡ് മാച്ച്. ഉപ്പ് ഇനിയും വേണം. അപ്പോൾ ഈ ഉള്ളിയും പച്ചമുളക് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഞെകടി കൊടുത്താൽ എരിവ് നമുക്ക് ബാലൻസ് എത്ര വേണം അതനുസരിച്ച് കിട്ടും. ആഹാ, വെരി ടേസ്റ്റ്. ഉള്ളിച്ചമ്മന്തി കേട്ടോ. ഉണക്കമീൻ അതിടയ്ക്ക് ഇങ്ങനെ കടിക്കണം എന്നാണ്. അടിപൊളി. ഇവിടെ എല്ലാവരും എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന നോക്കിയേ. ഒരു ഹോൾസം മീൽ ഇങ്ങനെ കഴിക്കുന്നതാണ്. കുറച്ച് പേര് പഴങ്കഞ്ഞി കുടിക്കുന്നു. എൻജോയ്. ഒരു ഫുൾ ഫാമിലി.
പഴങ്കഞ്ഞി എന്താണെന്ന് മനസ്സിലായല്ലോ ഇവിടുത്തെ സ്പെഷ്യൽ. അടിപൊളിയാണ്. ഇനി നമുക്കൊരു ഊണും കൂടി ആയല്ലോ. ഈ മീൽസ് പറയാം. ഫിഷ് ഫ്രൈ ഒക്കെ ആയിട്ട്. ഓക്കെ, കഴുകിയ ഇലയാണ്. ഓക്കെ, അച്ചാറ് തൊട്ട് തുടങ്ങുന്നു. നാരങ്ങ, ഉള്ളി ചമ്മന്തി, തോരൻ, ഇന്ന് ക്യാബേജാണ് അല്ലേ, അവിയൽ, കപ്പ, നല്ല വെന്ത ചോറാണ് അല്ലേ. സാധാരണ വൈറ്റ് റൈസ് അങ്ങനെ അധികം വേവാറില്ല. ഇത് പക്ഷേ കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇത് തൂക്കിലെന്നൊക്കെയാണ്. പുളിശ്ശേരി ഉണ്ട്, മീൻചാറ്, സാമ്പാറാണ്. ഓക്കെ, 3 കാര്യങ്ങളുണ്ട്. ഇപ്പം അതൊന്നും വേണ്ട. എനിക്ക് ഫിഷ് ഫ്രൈ. നമ്മുടെ ഫിഷ് വന്നു. ഇത് കട്ട്ലയും ഇത് ചെമ്പല്ലി എന്ന് പറഞ്ഞേ, ചെമ്പല്ലി ഫിഷ്. ഇതൊരു വലിയൊരു പീസ്, ഒരു വട്ട പീസ് ഒരു വലുതെടുത്തിട്ട് പിന്നെ നമ്മൾ പറഞ്ഞാൽ മതി കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട്. ഇതിനകത്തൊക്കെ ഉള്ളിലൊക്കെ നല്ല മസാല പിടിക്കാൻ കണക്കാക്കി തരും. കുറേ ഉള്ളി നാരങ്ങയൊക്കെ ഇട്ടാണ് തരുന്നത്. ഇത് നമ്മുടെ റോ ഫിഷ്. നല്ല ഇതിന് മുള്ളൊക്കെ ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് കഴിക്കണം. അയ്യോ, ചൂട് മൈ ഗോഡ്. അടിപൊളി. മീൻ മാത്രം കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു, അത്ര ടേസ്റ്റാണ്. നല്ല ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. ആ ഉള്ളിയും കൂടി ചേർത്തിട്ടാണ് കഴിക്കുന്നത്. കുറച്ച് നാരങ്ങയെല്ലാം പിഴിഞ്ഞ്. സിസ്റ്റർ ചെമ്പല്ലി നല്ല ഫ്ലഷിയാണിതും. ഫിഷ് ആ കുറച്ച് പുളിശ്ശേരിയാണുള്ളൂ, കുറച്ച് മതി. അതും സൂപ്പർ. ഉള്ളി അതിൻ്റെ കൂടെ ഒരു മസ്റ്റാണ്. ഓരോ പുളിശ്ശേരി മീനൊക്കെ വന്നു കഴിയുമ്പോഴേ ഇതിനൊന്നും ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് സത്യം. പുളിയൊന്നുമില്ല, കറക്റ്റ്. അവിയൽ, ചാറ്, തോരൻ, കപ്പ. അതിനടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചു. ഫുള്ള് വേറെ പഴങ്കഞ്ഞി കുറച്ച് കഴിച്ചപ്പോൾ മുഴുവൻ കഴിച്ചില്ല കേട്ടോ, ഞാൻ പകുതി കഴിച്ചോളൂ. എന്നിട്ട് ബാക്കി മീൽസ് കഴിച്ചു. ആ കട്ട്ല ഫിഷ് വാസ് എക്സലൻറ്റ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫുൾ ഫിഷ് നല്ലതാണ്, എങ്കിൽ കട്ട് പീസസ് ആണ് കുറച്ചുകൂടി നല്ല ക്രിസ്പി ആയിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ നല്ല ഒരുപാട് പേര് ഒന്നിച്ച് വരുമ്പോൾ വലിയ ഫുൾ ഫിഷ് കിട്ടുന്നല്ലേ നല്ലത്. ഓക്കെ, അവിടെ തിരക്ക് കൂടി വരുന്നു. നമുക്ക് പോവാം. പൈസ കൊടുത്തിട്ടും. ഓ എത്രയായി? ഓ കഴിച്ചു. അടിപൊളി അടിപൊളി അടിപൊളി, ഗംഭീരം, തകർത്തു. എത്രയായി? ഓക്കെ, ഓ വളരെ സന്തോഷം. ഞാൻ ഇത് ഇപ്പോഴല്ലേ തുടങ്ങിയത്. ഞാൻ നേരത്തെ വന്നല്ലോ. അതിന് മുമ്പ് അമ്മച്ചിയുടെ കടയിൽ ഒരു 12 വർഷം മുമ്പ് വന്നിട്ടുണ്ട്, പഴയ കടയിൽ. ഇവിടെ കിടന്ന് കറങ്ങുന്ന ആള് തന്നെ. ഓക്കെ, അപ്പോൾ സന്തോഷം. താങ്ക് യു. വളരെ നല്ല ഭക്ഷണം. ഓക്കെ, വരാം. ഓക്കെ, ഓ വളരെ സന്തോഷം. ഓക്കെ ഓക്കെ. ഇതുപോലെയാണ് ഇവിടെ ഒരുപാട് കൊച്ചു റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇതൊരു വളരെ ഇപ്പോൾ ഏറ്റവും ആൾക്കാർ വരുന്ന ഏറ്റവും നല്ല അഭിപ്രായമുള്ളൊരു സ്ഥലമാണ് സായി ഹോട്ടൽ. ഓക്കെ, വരിക വരാത്തവരൊക്കെ. അയ്യോ, മഴ വന്നു. ദിസ് ഈസ് ചിറ്റാർ ഡാം 1. അതിൻ്റെ ഒരു കാച്ച്മെൻറ്റ് ഏരിയ അപ്പുറത്തുണ്ടാവും, അതിൻ്റെ കാണാം. ഇങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ചിറ്റാർ ഡാം പരിസരത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ചിറ്റാർ ഡാം 1, 2, 3 ഇങ്ങനെ വരുന്നത്. ദിസ് ഈസ് ദ ഡാം കാച്ച്മെൻറ്റ് ഏരിയ. നമ്മൾ അകത്തോട്ട് പോയി കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ വാട്ടർ റിസർവോയറൊക്കെ. പേച്ചിപ്പാറ ഡാമാണ്.
ഇവിടെ കുറേ വാഹനങ്ങളൊക്കെ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ വെയിലൊന്ന് മാറി നിൽക്കുകയാണ്. പ്രൊട്ടക്റ്റീവ് ഏരിയയാണ് കേട്ടോ. കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്സ് കയറി നമുക്ക് ആ ടൈം സൈറ്റിലേക്ക് എത്താം. വലിയ വെയിലില്ല, ചെറിയ മഴക്കോളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ സമയം കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 2 മണി ആകാറായി. നമ്മൾ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു സ്പിൽവേ ഇവിടെ കാണാൻ സാധിക്കും. വെള്ളം ഇങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ട്. സൗണ്ട് കേൾക്കാം. കോതയാർ നദിയാണ്. ആ നദിയിൽ നിന്നും വരുന്ന വെള്ളമാണ്. തമിഴ്നാട് വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ ഡാം സൈറ്റ് വരുന്നത്. ഓ മൈ ഗോഡ്, വെള്ളത്തിൻ്റെ ഫോഴ്സ് നോക്കിയേ. 2 ചെറിയ ഓപ്പണിംഗ് ആണ്. കോതയാറിൽ നിന്നുള്ള വെള്ളമാണിത്. നമുക്കിനി ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് പോവുകയാണെങ്കിൽ കോതയാർ ഭാഗത്തേക്ക് പോകാൻ പറ്റും. ഇതാണ് പേച്ചിപ്പാറ ഡാം. ഇവിടെ നിന്ന് കാണാം. ആ നടുക്കുള്ള ഭാഗത്തേക്ക് നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല. PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. തമിഴ്നാട് ലോക്ക്ഡാണ്. ഇവിടുത്തെ ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ പറഞ്ഞുതരാം. അതായത് പണ്ട് ഈ ഭാഗമെല്ലാം തിരുവിതാംകൂറിൻ്റെ പാർട്ടായിരുന്നു. ദിസ് എ ബോർഡർ നൗ. ദിസ് ഇസ് നമ്മുടെ ബോർഡർ. ഇപ്പോൾ ഡിമാർക്കേഷൻ കഴിഞ്ഞപ്പോൾ ഇത് തമിഴ്നാടിൻ്റെ ഭാഗമായല്ലോ. എങ്കിലും ഈ പഴയ കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നമുക്കിവിടെ അറിയാം. ദ പേച്ചിപ്പാറ ഡാം ആൻഡ് കോതയാർ ഇറിഗേഷൻ പ്രോജക്റ്റ് വാസ് ഇനിഷ്യേറ്റഡ് ഇൻ 1895 ആണ്. 1895 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 1906 അത് കംപ്ലീറ്റ് ചെയ്തു. മഹാരാജ, അതായത് ഹിസ് ഹൈനസ് ശ്രീ രാമവർമ്മ മൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്തായിരുന്നു. അപ്പോൾ ട്രാവൻകൂർ മഹാരാജാക്കന്മാരുടെ അധീനതയിലിരുന്ന സമയത്താണ് ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത്. പേച്ചിപ്പാറ ഡാമും കോതയാർ ഇറിഗേഷൻ പ്രോജക്റ്റ് 1895 തുടങ്ങി 1906 അവസാനിച്ച് കംപ്ലീറ്റ് ചെയ്ത പ്രോജക്റ്റാണ്. അന്ന് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ ഒരു പടമൊക്കെ ആയിട്ട് ഇതൊക്കെ നമ്മുടെ കയ്യിലിരുന്നാണ്. ഇപ്പോൾ അത് തമിഴ്നാടിൻ്റെ ഭാഗമായി. ഓക്കെ, ഇത് കോതയാർ ഡാമിൻ്റെ സൈസ് അളവ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് പേച്ചിപ്പാറ ഡാം. ഗ്രേറ്റസ്റ്റ് ലെങ്ത് 1990 ഫീറ്റ്, വിഡ്ത്ത് 105 ഫീറ്റ്, ഹൈറ്റ് 152 അടി. ഓക്കെ, അങ്ങനെ എന്തായാലും നമ്മൾ ആ ഡാം സൈറ്റിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ എല്ലാം കണ്ടു കഴിഞ്ഞു. ഇങ്ങനെ കയറി നടന്നു പോയി നമുക്ക് ആ സൈറ്റൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. അവിടെയൊക്കെ പോയി നിന്ന് കാണാം. അങ്ങനെയാണ് നമ്മൾ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പക്ഷേ ഇപ്പം ഡാമിൽ വെള്ളം കുറഞ്ഞ് കിടക്കാണ്. വെള്ളമൊക്കെ കുറേ ഇത് ചെറിയ സ്പിൽവേ വഴി തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇതെല്ലാം കോതയാർ, ഈ മലനിരകളിൽ നിന്ന് വരുന്ന കോതയാർ വാട്ടറാണ് ഇതിനകത്ത് റിസർവയറിലുള്ളത്. ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ തൃപ്പരപ്പ് വാട്ടർഫോൾസൊക്കെ ഇല്ല, ആ ഭാഗത്തു നിന്ന് താമരപരണി റിവറിലേക്ക് തന്നെയാണ് ഇത് ചെന്ന് അവസാനിക്കുന്നത്. പോകുന്ന വഴിക്കുള്ള കൃഷിസ്ഥലങ്ങളെല്ലാം അതിൻ്റെ ആവശ്യങ്ങൾക്കും ഒക്കെ ഇത് ഉപയോഗപ്പെടും. ഇവിടെയൊക്കെ ഇവിടത്തെയൊക്കെ ലാൻഡ്സ്കേപ്പ് കാണുമ്പോൾ ഇതൊക്കെ കേരളത്തിൻ്റെ ഭാഗമാണ്. നല്ല പച്ചപ്പും ഇവിടെ നല്ല കൃഷിയോഗ്യമായ സ്ഥലങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ് ഇതെല്ലാം തന്നെ. നൈസ് പ്ലേസ്. അങ്ങനെ പേച്ചിപ്പാറ ഡാം സൈറ്റ് വിശേഷങ്ങൾ കണ്ടിട്ടോ. ഇവിടെ ആക്ച്വലി ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്, ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ കേരളത്തിലും മഴയും വെള്ളം കൂടുതലാണ്, എക്സസ് ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് തുറന്നു വിടുന്നത് കൊണ്ടായിരിക്കണം പിന്നെ പോയി. ഇവിടെ അങ്ങനെ ഓവർ മഴയൊന്നും കണ്ടില്ല. ഓക്കെ, ഇനി ഇവിടുന്ന് പോയി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ കോതയാറിൻ്റെ ഒരു റൂട്ടുണ്ട്, ഒരു 15 കിലോമീറ്റർ കാണിക്കുന്നത്. പക്ഷേ അപ്പർ കോതയാറും ലോവർ കോതയാറും ഒക്കെ ഉണ്ട്. അപ്പറിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ 2 ചെറിയ വാട്ടർഫോൾസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. നമുക്കത് പിന്നെ ഒരു അവസരത്തിൽ തമിഴ്നാടിൻ്റെ മറ്റൊരു വഴിയിലൂടെ പോകുമ്പോൾ മണിമുത്താറൊക്കെ പോവുകയാണെങ്കിൽ ആ സൈഡിൽ നിന്ന് കയറാമെന്നാണ് പറയുന്നത്. അത് നിർബന്ധമില്ല. ഇപ്പോൾ പോകുന്ന വഴിക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ട് നോക്കാം, അത്രേ ഉള്ളൂ. എന്നാലും തിരിച്ചു പോകും. ഇവിടെ എൻട്രൻസ് ഫീ ഒന്നുമില്ല, കാർ പാർക്കിങ്ങിന് മാത്രം ചെറിയൊരു പൈസ അടയ്ക്കണം, അത്രേ ഉള്ളൂ. ഇത് ഡാമിൽ നിന്നും വരുന്ന വെള്ളമാണ്. ആ സോഴ്സിൽ നിന്ന് താഴോട്ട് വരുന്ന സ്പിൽവേ കൂടെ ചെറിയൊരു 2 ഓപ്പണിംഗ് ഉണ്ടല്ലോ. ഇത് കൃഷി ആവശ്യങ്ങൾക്കായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഓൺ ദ വേ അവിടെ ആയിട്ട് ഇങ്ങനെ സ്പിൽവേ പോലെ ചെറിയ ഓപ്പണിങ്സ് ഉണ്ടാവും അകത്തേക്ക്, കൃഷി സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്യാനായിട്ട് കുറച്ച്. ഇവിടെ കാണാമല്ലോ, ഒരു സൈഡിലൊരെണ്ണമുണ്ട്. അത് ആ ഷട്ടർ ഒന്ന് പൊക്കി കഴിഞ്ഞാൽ കുറേ വെള്ളം അങ്ങോട്ട് കിട്ടും. നല്ല ഭംഗിയുണ്ട് ഇവിടെ. അത് നോക്കിയേ, ആൽമരവും ബാക്ക്ഗ്രൗണ്ട് ഡാമിൻ്റെ അപ്പുറത്തെ മലനിരകളും ബ്യൂട്ടിഫുൾ, നല്ലൊരു ആംബിയൻസ്. ഈ വെള്ളം ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഫൈനലി താമരപരണി റിവറിലേക്ക് ചെന്ന് ചേരും.
ഇറങ്ങി വന്നപ്പോൾ കണ്ടതാണ് ഈ സൈഡിലൊരു ഷോപ്പ്. ടെറാക്കോട്ട ജ്വല്ലറിയാണ് ഇവരുടെ സ്പെഷ്യൽ. ഇതൊക്കെ എന്താ വില? ദിസ് ഇസ് 270. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. 270. ഇതിങ്ങനെ അല്ലാതെ ത്രെഡും ടെറാക്കോട്ട 260. ബ്ലാക്ക് 260. വാവ്. ഇതെല്ലാം 250 ആ റേഞ്ചേ ഉള്ളൂ. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, വെരി നൈസ്. 250 മേടിച്ചാലോ? ഇതൊന്ന് മാറ്റാവോ? കണ്ടു കഴിഞ്ഞാൽ നല്ല ഗോൾഡ് പോലെ തോന്നുമല്ലേ? ദിസ് ഇസ് ടെറാക്കോട്ട ജ്വല്ലറി. എല്ലാം 250, ഇത് 350 അല്ലേ? അത് നോക്കട്ടെ, കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ അവരുടെ. 250 ചോക്കർ സ്റ്റൈൽ. ഇതും 270 മൾട്ടി കളർ, വെരി നൈസ്. ഇതൊക്കെ നോക്കിയാൽ നല്ലത്. ഇത് പെയിൻറ്റ് ചെയ്യുന്നതാണ് ടെറാക്കോട്ടയിൽ. 350. ഇനി ത്രെഡിലുള്ളത്, പക്ഷേ വിലയൊക്കെ സെയിം ആണ് അല്ലേ? ത്രെഡാണെങ്കിലും മറ്റേതാണെങ്കിലും സെയിം ഒക്കെ 250. കുറച്ചുകൂടെ വീതിയുള്ള ത്രെഡാണ്. ഞാനിത് ഡിസ്പ്ലേയിൽ കണ്ടിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. ഓക്കെ, ഞാൻ ആ റെഡ് മാറ്റി. ഓക്കെ, ഇനി ഇത് കൊള്ളാൻ തോന്നുന്നു അല്ലേ? ഇതെല്ലാം ചെറുത് 100 രൂപയുടെയൊക്കെ സിമ്പിൾ വൺസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നല്ല രസമാണ്. ഞാൻ വീണ്ടും തമിഴ്നാട് വഴി ചെറിയ ബോർഡറിൽ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. തമിഴ്നാട് ഇസ് സോ ഡിയർ ടു മൈ ഹാർട്ട്. അതാണ്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളെ അടുത്ത വീഡിയോ കാണാം. അതുവരെ